നമസ്കാരം. വൈറ്റ്സ് ഓൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. സാറേ നമസ്കാരം. സാറേ, ഈ KM ഷാജി കേരളത്തിലെ വലിയ ഒരു പ്രതിപക്ഷ ശബ്ദമാണ്. പലർക്കും ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ഒക്കെ വളരെ ആവേശത്തോടു കൂടിയാണ് UDF നേതാക്കന്മാർ അല്ലെങ്കിൽ UDF പ്രവർത്തകരൊക്കെ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് പിണറായി വിജയനെതിരെ വളരെ ശക്തമായി പ്രതികരിക്കുന്ന ഒരു യുവ നേതാവ് കൂടിയാണ് അദ്ദേഹം. കഴിഞ്ഞ തവണ അദ്ദേഹം അഴീക്കോട് നിന്ന് പരാജയപ്പെട്ടുവെങ്കിലും ഇപ്പോഴും കേരളത്തിലെ എപ്പോഴും ഉയർന്നു കേൾക്കുന്ന അല്ലെങ്കിൽ മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു യുവജന നേതാവാണ് KM ഷാജി എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. എല്ലാവർക്കും ഇഷ്ടമാണ് അദ്ദേഹത്തെ. പക്ഷേ വർഗീയത അതാര് പറഞ്ഞാലും അതിനെ ശക്തമായി തന്നെ എതിർക്കും. കാരണം UDF എന്ന മുന്നണി സംവിധാനത്തിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ ആ UDFൻ്റെ ചെയർമാൻ പറയുന്നതാണ് UDFൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്. എന്നാൽ തൻ്റെ പാർട്ടി നേതാക്കന്മാർ പറയുന്നത് പോലും അനുസരിക്കാതെ ഉള്ള ചില നിലപാടുകൾ, അതായത് BJP ഒരു വശത്ത് നിന്ന് വർഗീയമായിട്ട് ഏത് തരത്തിൽ മുനമ്പത്തെ മുതലെടുക്കാം എന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എരിതീയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന രീതിയിലുള്ളൊരു പ്രസ്താവനയായിരുന്നു KM ഷാജിയുടെ ഇന്നലെ വഖഫുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടായത്. അതായത് മുനമ്പത്തെ ഭൂമി അത് വഖഫ് ഭൂമി തന്നെ ആണ്, അതാണ് തങ്ങളുടെ അഭിപ്രായം എന്ന് വളരെ പരസ്യമായി പ്രഖ്യാപിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. പക്ഷേ ഇതിനെ അപലപിക്കാതെ ഒരു ജനാധിപത്യ മതേതര രാജ്യത്തിന് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കത്തില്ല. കാരണം അവിടെ എങ്ങനെയും സമാധാനം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ അവിടെ ഒരു സമാധാനം എങ്ങനെ പുനഃസ്ഥാപിക്കാം, അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളുടെ ഭൂമി നഷ്ടപ്പെടാതെ അവരുടെ ആശങ്കകൾ പരിഹരിച്ചുകൊണ്ട് എങ്ങനെ മുൻപോട്ട് പോകാം എന്ന് പരിശ്രമിക്കുന്ന സമയത്ത് BJP ഒരു പക്ഷത്ത് നിന്നുകൊണ്ട് അവിടുത്തെ സമാധാനത്തെ എങ്ങനെ തകർക്കാം എന്ന് അതിതീവ്രമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ KM ഷാജിയുടെ ഇന്നലത്തെ പ്രസ്താവന അനവസരത്തിലുള്ളതായിരുന്നു. അത് അപലപനീയമാണ്. KM ഷാജിയോടൊന്ന് പറയാനായിട്ടുള്ളൂ. കാരണം പ്രതിപക്ഷ നേതാവിനെ അനുസരിച്ചേ പറ്റൂ. കാരണം ഇതൊരു മുന്നണി സംവിധാനമാണ്, ഇതൊരു ജനാധിപത്യ രീതിയാണ്. ഇവിടെ UDF എന്ന ഒരു മുന്നണിയുടെ അഭിപ്രായം പറയേണ്ടത് അത് പ്രതിപക്ഷ നേതാവാണ്. മന്ത്രിസഭയുടെ അഭിപ്രായം പറയുക മുഖ്യമന്ത്രിയാണെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടുള്ള പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായം വേണ്ടത് പ്രതിപക്ഷ നേതാവാണ്. ആ പ്രതിപക്ഷ നേതാവിൻ്റെ അഭിപ്രായത്തോടൊക്കെ വിയോജിപ്പുണ്ടെങ്കിൽ അദ്ദേഹം ആ മുന്നണി വിട്ടു പോകണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ എല്ലാ കാലത്തും മുസ്ലിം ലീഗ് നേതാവ് എന്നുള്ള നിലയിൽ KM ഷാജി വളരെ വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടുള്ള നേതാവാണ്. അദ്ദേഹം യൂത്ത് ലീഗിൻ്റെ നേതാവായിരിക്കുമ്പോൾ തന്നെ വളരെ വ്യത്യസ്തമായ നിലപാടും വളരെ ഷാർപ്പായിട്ടുള്ള പ്രസംഗങ്ങളൊക്കെ കാഴ്ചവെച്ചുകൊണ്ടാണ് ഷാജി വളരെ ശ്രദ്ധേയനാണ്. ഷാജിക്ക് ഒരു വലിയ ആരാധകരൊക്കെ ഉള്ള സ്ഥലം, ഇപ്പോൾ മലബാർ ഏരിയയിൽ, അതായത് കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം ജില്ലകളിലൊക്കെ വലിയ ആരാധകരൊക്കെ ഉണ്ട്. വയനാട്ടിലൊക്കെ വലിയ ആരാധകരൊക്കെ ഉള്ള ഒരു നേതാവാണ് KM ഷാജി. പക്ഷേ എല്ലാ കാലത്തും ലീഗിൽ ഒരു വിമതനായി നിലനിൽക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെ കുഞ്ഞകലിക്കുട്ടി വിഭാഗം എല്ലാ കാലത്തും ഷാജിയെ അകറ്റി നിർത്തിയിരുന്നു എന്ന് നമുക്കാണ്. അദ്ദേഹത്തിൻ്റെ ഈ തീവ്ര നിലപാട് തന്നെയാണ് അദ്ദേഹത്തെ ഇത്തരം മാറ്റി നിർത്തലുകളൊക്കെ വിധേയമാക്കിയത് എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ അഴീക്കോട് സ്കൂളിലെ +2 കോഴ വിവാദവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളിൽ അകപ്പെടുകയും അദ്ദേഹത്തിനെതിരെ കേസ് വരികയും അദ്ദേഹത്തിൻ്റെ വീട് റെയ്ഡ് ചെയ്യുകയും നിരവധി വിഷയങ്ങളിലൂടെ കടന്നു. അവസാനം സുപ്രീം കോടതിയൊക്കെ പോയാണ് അദ്ദേഹം ഈ കേസിൽ നിന്നൊക്കെ വിടുതൽ വാങ്ങി ഇപ്പോൾ അദ്ദേഹം സ്വതന്ത്രനായി നിലനിൽക്കുന്നത്. ഇതേ സാഹചര്യത്തിൽ തന്നെ അദ്ദേഹം CPM നേതാക്കന്മാർക്കെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ഒക്കെ വലിയ ശക്തമായ നിലപാട് സ്വീകരിക്കും. അതൊരു പ്രതിപക്ഷ കക്ഷിയുടെ നേതാവ് എന്നുള്ള നിലയിൽ അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് ജനങ്ങൾക്കിടയിൽ കുറച്ച് സ്വീകാര്യത വർദ്ധിപ്പിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ പലപ്പോഴും ലീഗ് നേതാക്കന്മാർ സമാധാനത്തിൻ്റെയൊക്കെ ചില വഴികൾ തേടുമ്പോൾ അതിന് ഘടകവിരുദ്ധമായ നിലപാടാണ് എപ്പോഴും ഷാജി കൈക്കൊള്ളുന്നതെന്നുള്ളത് ഒരുപക്ഷെ അദ്ദേഹം മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയായിരിക്കാം. കാരണം ഇപ്പോൾ അദ്ദേഹത്തിന് വേറെ ചുമതലകളൊന്നുമില്ല, അദ്ദേഹം MLA അല്ല. അത്തരം ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ലീഗിനിടയിൽ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിനിടയിൽ വലിയ സ്വീകാര്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണോ ഷാജി നടത്തുന്നത് നമ്മളിൽ സംശയിക്കേണ്ടതുണ്ട്. ഇപ്പം ഷാജിയുടെ നിലപാട് ലീഗിൻ്റെ നിലപാടല്ല എന്നുള്ളൊരു കൃത്യമായ ഒരു പ്രഖ്യാപനം ഇന്നലെ കുഞ്ഞാലിക്കുട്ടീൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതുപോലെ പാണക്കാടും തങ്ങളും യഥാർത്ഥത്തിൽ ഈ മുനമ്പം വിഷയം ഇത്തരത്തിൽ കത്തിക്കുന്നതിന് എതിരാണ് എന്നുള്ള മാത്രമല്ല, അദ്ദേഹം ഇന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, മുനമ്പം ഭൂമിയിൽ നിന്നും വഖഫ് ഭൂമിയിൽ നിന്നും ഒരു മനുഷ്യനെ പോലും
കുടിയൊഴിപ്പിക്കരുത് എന്നാണ് ലീഗിന്റെ നിലപാട് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് ലീഗിന്റെ നിലപാട് മാത്രമല്ല, നമുക്കറിയാം പാണക്കാട് തങ്ങൾ കുടുംബം എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള മുസ്ലിം സമുദായത്തിന്റെ ആത്മീയാചാര്യൻ കൂടിയാണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അവരൊക്കെ സമാധാനത്തിന്റെ പാതയിലാണ്. കാരണം ഇവിടെ ഈ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് ആർക്കാണ് നേട്ടമുണ്ടാവുക എന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ. അത് കൃത്യമായിട്ട് ഈ വിഷയം ദേശീയ തലത്തിൽ എത്തിച്ച് അതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യം നൽകി വഖഫ് ബില്ല് പാസ്സാക്കിയെടുക്കുക എന്നുള്ള ഒരു കൃത്യമായ ഒരു നീക്കം BJPയുടെ ഭാഗത്തുണ്ട് എന്നുള്ളത് ഈ ഷാജി തിരിച്ചറിഞ്ഞിട്ടില്ലയോ എന്നൊരു സംശയമുണ്ട്. ഇപ്പൊ ഇത് BJP ഇത് വലിയ വിഷയമായി ദേശീയ നേതാക്കന്മാർ പലരും വന്നു കഴിഞ്ഞു. ഇന്നലെ ഈ ഷാജി ഇതേ പ്രസ്താവന നടക്കുന്ന സമയത്താണല്ലോ അവിടെ ഈ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള പ്രകാശ് ജാവ്ദേക്കറും പിന്നെ പ്രഭാരിയൊക്കെ രണ്ടുപേര് അവിടെ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. പല ശോഭാ കരന്തലയൊക്കെ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പല നേതാക്കന്മാരും വഖഫ് സമരത്തിൽ പങ്കെടുക്കുകയും ഈ സുരേഷ് ഗോപിയെ പോലുള്ള കേന്ദ്രമന്ത്രിമാർ പോലും അവിടെ ചെന്ന് വളരെ വിവാദമായ പ്രസ്താവനയൊക്കെ നടത്തിയൊരു സാഹചര്യമൊക്കെ നമുക്കറിയാം. ഇപ്പം കേരളത്തിൽ എന്തൊക്കെ പറഞ്ഞാലും വർഗീയതയ്ക്ക് വലിയ രീതിയിലുള്ള സ്വീകാര്യത കിട്ടാത്തൊരു സ്ഥലമാണ് എന്ന് നമ്മൾ കാണുന്നത്. പക്ഷെ ഇത്തരത്തിലുള്ള ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ചില വിഷയങ്ങളിൽ അവിടെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായാൽ, ചില നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായാൽ തീർച്ചയായിട്ടും അവിടെ വർഗീയതയ്ക്ക് കുറച്ചും കൂടി സ്വീകാര്യത കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. വർഗീയമായി ആലോചിക്കുക പോലും ചെയ്യാത്ത ചില ആളുകളുടെ ഇടയിലൊക്കെ ചില വർഗീയ ചിന്തകൾ കടന്നു വരുന്നതിന് ഈ ഷാജിയുടെ പ്രസ്താവന, ഇപ്പൊ ഈ വഖഫ് വിഷയം വലിയ വിഷയമായി കൊണ്ടിരുന്ന സമയത്ത് തന്നെ കുഞ്ഞാലിക്കുട്ടിയും തങ്ങന്മാരും ഒക്കെ പിന്നെ ചർച്ചകളിലൊക്കെ പോയി ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് അറിയോ? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വർഗീയമായിട്ടൊരു ധ്രുവീകരണം കേരളത്തിൽ ഉണ്ടാക്കിയാൽ മാത്രമേ അവിടെ വർഗീയ ശക്തികൾക്ക് രാഷ്ട്രീയമായ നേട്ടമുണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ആ ഒരു സാമാന്യ ബോധം മനസ്സിലാക്കാത്ത രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് KM ഷാജിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇനി നിയമസഭാ ഇലക്ഷനിലേക്ക് ഏകദേശം 1.5 വർഷം മാത്രമേ ബാക്കിയുള്ളൂ. കാരണം മുനമ്പം എന്ന് പറയുന്ന ആ പ്രദേശത്തെ സ്ഥലം, അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്ന് സംസാരിച്ചാൽ കുറച്ചുകൂടി വ്യക്തത വരുന്നിരിക്കുന്നത്. എന്താണ് മുനമ്പം ഇത് വഖഫ് പ്രോപ്പർട്ടി ആണോ, അതല്ല മറിച്ച് അവിടെ ഉണ്ടായിരിക്കുന്ന ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം ഒന്ന് കൃത്യമായിട്ട് നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി നന്നാവും. ഈ മുനമ്പത്തെ ഈ ഭൂമി യഥാർത്ഥത്തിൽ നമ്മുടെ മട്ടാഞ്ചേരിക്കാരനായ ഒരു സേട്ട് ഈ നമ്മുടെ ഫറൂഖ് കോളേജിന്റെ കമ്മിറ്റിക്കാണ് ഇത് കൈമാറുന്നത്. സ്വാഭാവികമായിട്ടും വിദ്യാഭ്യാസ ആവശ്യത്തിനും ആശുപത്രി പോലുള്ള ഇത്തരം വിഷയങ്ങൾക്കാണ് ഈ വഖഫ് ഭൂമി ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ട്. ഇപ്പൊ നമുക്കറിയാം ഈ ഇന്ത്യയിൽ തന്നെ റെയിൽവേ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഭൂമിയുള്ളത് വഖഫിനാണ് എന്നുള്ളത് നമ്മൾ കാണേണ്ടത്. ഇന്ത്യയിൽ വലിയ ഉടമകളാണ് വഖഫിന്റെ ഭൂമി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും പലരും ഇങ്ങനെ സൗജന്യമായി കൊടുത്ത ഭൂമിയാണ്. പക്ഷേ കൃത്യമായ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ പാലിച്ചുകൊണ്ട് മാത്രമേ ഈ ഭൂമി അവർക്ക് അവരുടെ കൈവശം വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 45 വർഷം മുന്നേ കണ്ട് ഈ കൈമാറിയ ഈ ഭൂമിയിൽ ഈ കോളേജ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമുക്കറിയാതെ 40-45 വർഷം മുന്നേ ഒക്കെ ഈ കൊച്ചിയിൽ പ്രത്യേകിച്ച് ഈ വൈപ്പിൻ പോലുള്ള സ്ഥലങ്ങളൊക്കെ വിദ്യാഭ്യാസപരമായി വളരെ പിന്നോക്കാവസ്ഥയിൽ ഉണ്ടായിരുന്ന സ്ഥലമാണ്. അപ്പോൾ ഫറൂഖ് കോളേജുകാരോടത്ത് ഇവിടെ ഒരു കോളേജും സ്കൂളും ഒക്കെ സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സേട്ട് ഈ ഭൂമി കൈമാറിയത്. പക്ഷേ അതിലൊരു വളരെ കൃത്യമായിട്ടൊരു ക്ലോസ് ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്നും ആരംഭിക്കുന്നില്ലെങ്കിൽ ഈ ഭൂമി തീർച്ചയായും സ്വാഭാവികമായിട്ടും അത് തിരിച്ചെടുക്കാനുള്ള ഒരു ക്ലോസ് കൂടി വെച്ചിട്ടാണ് കൊടുത്തത്. മുക്തിയാധാറായിട്ട് അദ്ദേഹത്തിന്റെ ഒരു വക്കീലിനെ മുക്തിയാധാറായി വെക്കുകയും ചെയ്തു. ഈ ഭൂമിയിൽ പിന്നീട് ഒന്നും സംഭവിച്ചില്ല. ഒരു പവർ ഓഫ് അറ്റോർണി, അതാണ്. അപ്പൊ ഈ പവർ ഓഫ് അറ്റോർണി ആയിട്ട് അദ്ദേഹത്തിന്റെ വക്കീലിനെ തന്നെ ചുമതലപ്പെടുത്തുകയും ചെയ്യും. സേട്ടിന്റെ മരണശേഷം ഈ ഭൂമിയിൽ യാതൊരു തരത്തിലുള്ള ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്നും സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഫറൂഖ് കോളേജുകാർ താല്പര്യം എടുത്തില്ല എന്നുള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായി ആ ഭൂമി ഇവർക്ക് തിരിച്ചെടുക്കാം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരികയും ഇതിന്റെ പവർ ഓഫ് അറ്റോർണി ഉണ്ടായിരുന്ന വക്കീൽ ഈ ഭൂമി മുറിച്ച് വിൽക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇപ്പൊ അവിടെ വീട് വെച്ചു, അത് പണം കൊടുത്ത് മേടിച്ച് വീട് വെച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് അറിയില്ലായിരുന്നു. അവർ ശരിക്കും പറഞ്ഞ ഇത്തരം ഒരു കെണിയിൽ പോയി പെട്ടുപോയതാണ്. അപ്പൊ അവര് വർഷങ്ങൾക്ക് ശേഷം കുടിയിറക്കാം. ഇപ്പൊ 2019 ഈ വഖഫ് ബോർഡ് ഇവർക്ക് കുടിയിറക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ ആരംഭിച്ചത്. ഈ വിഷയം ദീർഘകാലമായിട്ട് അച്യുതാനന്ദനൊക്കെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്തൊക്കെ തന്നെ ഈ വിഷയം ചർച്ചകളിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇതിലൊന്നൊരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ആ സമയത്തൊന്നും കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഈ സർക്കാർ യഥാർത്ഥത്തിൽ ഈ വിഷയം ഇത്രയൊക്കെ വഷളാവുന്നതിന് മുന്നേ തന്നെ ഇടപെടേണ്ടതായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതിലൊന്നും ഇടപെടാൻ വേണ്ടി സർക്കാർ തയ്യാറായില്ല. നമുക്കറിയാം ഈ ഇലക്ഷൻ സമയത്ത്, ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് ഈ വിഷയം കത്തിക്കാളി നിന്നത്. അപ്പം ഈ വിഷയം എന്തുകൊണ്ടാണ് സർക്കാർ അപ്പോൾ തന്നെ ഇടപെട്ട് ഇത് തീർക്കാൻ വേണ്ടിയിട്ട്, പരിഹരിക്കാൻ വേണ്ടി ഇടപെടാതിരുന്നത് എന്നുള്ളത് വളരെ സംശയം ഉണ്ടാക്കുന്നുണ്ട്. BJPക്ക് രാഷ്ട്രീയപരമായി ഇടപെടാൻ വേണ്ടിയിട്ടുള്ള ഈ അവസരം ആരാണ് ഒരുക്കി കൊടുത്തതെന്ന് വെച്ചാൽ കേരളത്തിലെ ഗവൺമെന്റ് ആണ്, ഈ സർക്കാർ പിണറായിയാണ് ഈ അവസരം ഉണ്ടാക്കി കൊടുത്തത് നമ്മൾ ഇതിൽ കാണേണ്ടതുണ്ട്. ഇത്രയൊക്കെ വഷളാക്കിയതിന് ശേഷം
ഇത് പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്ന സമയത്താണ് ഷാജിയെ പോലുള്ള നേതാക്കന്മാർ ഇടപെട്ട് ഇത് അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളത് നമുക്ക് ദുരൂഹത ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം ഈ വിഷയത്തിൽ വളരെ കൃത്യമായി പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വഖഫ് ഭൂമിയല്ല എന്നുള്ളത്. അങ്ങനെ ഒരു നിലപാട് ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും UDFന്റെ വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ കക്ഷിയായ ലീഗ് UDF എന്താണോ അഭിപ്രായം പറയുന്നത് ആ അഭിപ്രായത്തോടു കൂടി നിൽക്കുക ആവശ്യമാണ്. പക്ഷെ അതല്ല ഉണ്ടാവുന്നത്, വിമത ശബ്ദങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളത് ഈ അവിടെ ഉണ്ടായിരിക്കുന്ന ആശങ്കകൾ കൂടുതൽ വർദ്ധിപ്പിക്കുകയേ ചെയ്യുള്ളൂ നമ്മളിൽ കാണേണ്ടതുണ്ട്. മാത്രമല്ല BJP അവരുടെ ഈ വർഗീയമായ കാർഡുകളിലേക്ക് കൃത്യമായി കയറി പോകുന്നു കൂടി നമ്മളിൽ കാണണം. അപ്പൊ BJPക്ക് കൃത്യമായി ഇത്തരം വർഗീയത ഇറക്കാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ ഒരുക്കുകയാണ് ഷാജിയെ പോലുള്ള ആൾ ചെയ്യുന്നത്. ഷാജി ചിലപ്പോൾ അദ്ദേഹത്തിന് ഒരു വേറിട്ട ശബ്ദമൊക്കെ ഉണ്ടാക്കി ഈ മുസ്ലിങ്ങളുടെ ഇടയിലൊക്കെ കുറച്ച് സ്വീകാര്യത ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അത് യഥാർത്ഥത്തിൽ BJPക്ക് വലിയ ഗുണകരമായി ഭവിക്കുന്നു എന്നുള്ള നമ്മളിൽ കാണുന്നത്. ഇതിനകത്ത് വേറൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വഖഫ് വിഷയത്തില് ഈ മുനമ്പം പ്രശ്നവും വഖഫ് വിഷയത്തിൽ ഞാൻ പറയുന്നില്ല, മുനമ്പത്തെ വിഷയവുമായി ബന്ധപ്പെട്ട് SDPIയോ അല്ലെങ്കിൽ മുൻപ് പോപ്പുലർ ഫ്രണ്ടിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളോ പോലും വലിയ സ്റ്റേറ്റ്മെന്റുകളോ പ്രസ്താവനകളോ ഒന്നും ഇറക്കുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അവർക്ക് ബുദ്ധിയുണ്ട്, അവിടെ അവർക്ക് ബുദ്ധിയുണ്ട്, പക്ഷെ ഷാജിക്ക് ബുദ്ധിയില്ല എന്നാണ് നമ്മൾ. ഈ ഒരു സാഹചര്യത്തിൽ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവിടെ ആളുകൾ പണം കൊടുത്ത് വാങ്ങിച്ചിരിക്കുന്ന ഭൂമിയാണ്. അതായത് മുക്തിയാധാർ ഉള്ള അല്ലെങ്കിൽ പവർ ഓഫ് അറ്റോർണി ഉള്ള വക്കീലിന് കാശ് കൊടുത്ത് മേടിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് മുനമ്പത്തുള്ളത്. അപ്പോൾ ആ സ്ഥലത്ത് നിന്ന് അവർ പണം നൽകി വാങ്ങിയ സ്ഥലത്ത് നിന്ന് അവരോട് ഇറങ്ങിപ്പോകാൻ വേണ്ടി പറയുമ്പോൾ അവിടെ ശക്തമായൊരു പ്രതിഷേധം ഉണ്ടാകുമെന്നും ആ പ്രതിഷേധം വഖഫ് ബോർഡിനെതിരെ തിരിച്ചുവിടുവാൻ വേണ്ടിയിട്ടാണ് BJP അവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവിടെയുള്ളതിന് അവിടുത്തെ ജനങ്ങളുടെ ന്യായമായ ഒരു ആവശ്യത്തെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക, ചൂഷണം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ BJP അവിടെ നിൽക്കുമ്പോൾ ഒരു മതേതര മുന്നണിയുടെ ഭാഗമായിട്ടുള്ള UDFന്റെ ഭാഗമായിട്ടുള്ള അതിലെ ഒരു ഘടകകക്ഷിയുടെ നേതാവായിട്ടുള്ള KM ഷാജി ഒരു തരത്തിലും പറയാൻ പാടില്ലാത്ത ഒരു പ്രസ്താവനയായിരുന്നു ഇതെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അപ്പം ഇദ്ദേഹത്തിന് തീവ്ര മുസ്ലിം മത ആളുകളുമൊക്കെ ആയിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് തന്നെ അന്വേഷിക്കേണ്ടി വരും എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം അത്രയും അപക്വമായ ഒരു നിലപാടായിരുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ മുനമ്പം പ്രശ്നം ഏകദേശം ആറിത്തണുത്ത് ആ ഒരു പ്രശ്ന പരിഹാരത്തിലേക്ക് വരുന്ന സമയത്ത് മറ്റ് ആളുകളെ മുഴുവൻ പ്രകോപിപ്പിക്കത്തക്ക രീതിയിലുള്ള ഒരു പ്രസ്താവന അദ്ദേഹം ഇറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആളാകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു ന്യൂസ് വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ വേറെ ഒരുപാട് മാർഗങ്ങളുണ്ട്. പക്ഷേ ഇതിലിപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുമ്പം സിബി നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇലക്ഷൻ വളരെ ഇപ്പം നമുക്കറിയാം ഒരു 5, 6, 7 മാസം കഴിയുമ്പോഴേക്കും ഇവിടെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരും. ആ തെരഞ്ഞെടുപ്പിന്റെ എന്താണ് റിസൾട്ട് അതൊക്കെ ആറി തണുക്കുന്നതിന് മുന്നേ തന്നെ 6 മാസം കഴിയുമ്പോൾ സംസ്ഥാനത്ത് നിയമസഭാ ഇലക്ഷൻ വരും. അപ്പോൾ ഇത്തരത്തിലുള്ള ഇലക്ഷൻ സമയത്ത് ഇത്തരത്തിലുള്ള നേതാക്കന്മാരൊക്കെ വളരെ അവധാനതയോടുകൂടി വേണം വിഷയങ്ങളെ സമീപിക്കാൻ എന്നുള്ളതാണ് നമ്മളിൽ ശ്രദ്ധിക്കേണ്ടത്. എന്തുകൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള ഒരു സമൂഹത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു വിഷയമാണെന്നും അതുകൊണ്ട് വളരെ ശ്രദ്ധയോട് വേണം ഇതിലൊക്കെ അഭിപ്രായം പറയാൻ എന്തുകൊണ്ടാണ് ഇവർക്കൊന്നും പറ്റാത്തത് എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് വലിയ വിഷയം എന്ന് പറയുന്നത്. ഇവരുടെ കാഴ്ചപ്പാടുകളെല്ലാം വളരെ ഇടുങ്ങിയതാണെന്ന് നമ്മളിൽ കാണേണ്ടതുണ്ട്. വിശാലമായ ഒരു കാഴ്ചപ്പാട് ഇല്ലാത്തതാണ് KM ഷാജിയെ പോലുള്ള നേതാക്കന്മാർ ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തുന്നത് നമ്മളിൽ കാണേണ്ടത്. മതേതരത്വത്തെ കുറിച്ച് പറയുകയും എന്നാൽ മതപരമായി സംസാരിക്കുകയും ചെയ്യുന്നിടത്താണ് അവിടെയും BJP ഗോളടിക്കുകയാണ്. അവിടെയാണ് വിഷയം. എന്താണ് ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ മതേതരത്വം എവിടെ പോയെന്ന് ചോദിക്കുമ്പോൾ എന്തുത്തരമാണ്? കേരളത്തിൽ ഏതെങ്കിലും തരത്തിൽ വർഗീയതയുടെ ആളിക്കത്തിച്ചുകൊണ്ട് അവർക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങളിലാണ്. അതായത് നിയമസഭാ ഇലക്ഷനിൽ വലിയ സീറ്റുകൾ പിടിച്ചെടുക്കാനും ഘട്ടം ഘട്ടമായി കേരളത്തിലെ രാഷ്ട്രീയ രംഗം പൂർണ്ണമായും കൈയടക്കാനും വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള സംഘപരിവാർ ശക്തികൾക്ക് ഒരു ഇടവും കൊടുക്കരുത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നേറുന്ന ലീഗ് പോലുള്ള ഒരു പാർട്ടിയുടെ നേതാവ് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവനയായിട്ട് ഒരിക്കൽ പറഞ്ഞു എന്ന് മാത്രമല്ല അദ്ദേഹം വീണ്ടും ആവർത്തിക്കുകയാണ് ഞാൻ പറഞ്ഞ നിലപാട് കറക്റ്റാണെന്നും സർക്കാർ മുനമ്പത്തിന് എത്ര സ്ഥലമുണ്ടോ അത്രയും സ്ഥലം സർക്കാർ നഷ്ടപരിഹാരമായിട്ട് വഖഫ് ബോർഡിന് കൊടുക്കണം എന്നാണ് പറയുന്നത്. ഇതിൽ വഖഫിന്റെ കൈകളിൽ ഈ ഭൂമിക്ക് അധികാരമുണ്ടോ എന്നതിനെ കുറിച്ചുള്ള വിധി പറയേണ്ടത് ഇദ്ദേഹം പറയുന്നത് ട്രിബ്യൂണലാണെന്ന്. അപ്പൊ ഈ ട്രിബ്യൂണലിന്റെ അധികാരത്തിലേക്ക് മറ്റ് മതസ്ഥരെയും കൂടി സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അവർ നിയമിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത്. അതാണ് പുതിയ വഖഫ് ബില്ല്. അല്ല ഇത് ഇപ്പൊ ഒരു കാര്യം ഈ വഖഫ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് ചർച്ച ആക്ട് എന്നും പറഞ്ഞിട്ട് വലിയൊരു സംഭവം വരാൻ പോകുന്നുണ്ട്. അത് മനസ്സിലാക്കുന്നില്ല. അത് മനസ്സിലാക്കാതെയാണ്. കാരണം മതന്യൂനപക്ഷങ്ങളായിക്കോട്ടെ മതഭൂരിപക്ഷങ്ങളായിക്കോട്ടെ മതവിശ്വാസങ്ങൾക്ക് മേലിലേക്ക് കടന്നു കയറുമ്പോൾ അല്ലെങ്കിൽ ഈ എല്ലാ മതങ്ങളെയും സമാനമായി കാണാൻ വേണ്ടി സാധിക്കുന്നിടത്താണ് മതേതരത്വം എന്ന് പറയുന്നത്. പക്ഷെ അതിന് വിപരീതമായിട്ട്
ഇപ്പോൾ എന്താ പറയുക, മറ്റേ ഭൂരിപക്ഷ മതസമുദായങ്ങളെ മാത്രം പ്രൊമോട്ട് ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ ന്യൂനപക്ഷ മതസമുദായങ്ങളെ മാത്രം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു രീതി വന്നു കഴിഞ്ഞാൽ അവിടെ മതേതരത്തിന് പ്രസക്തി ഇല്ലാണ്ടായി മാറും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ വരുമ്പോൾ KM ഷാജിയെ സംബന്ധിച്ചിട്ട് അവിടുത്തെ ഒരു പ്രശ്നം അവസാനിക്കാൻ പോകുന്ന അവസാന നിമിഷത്ത് കൊണ്ടുപോയി കലവട്ടയ്ക്കുക എന്നൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു പ്രസ്താവനയായി പോയി. ഇതിനെ വർഗീയവാദികൾ ഏത് തരത്തിൽ മുതലെടുക്കും എന്ന് അത് അപ്പം തന്നെ പ്രകാശ് ജാവദേക്കറുടെ പ്രസ്താവന പുറകെ വന്നു കഴിഞ്ഞു. എന്തു വില കൊടുത്തും മുനമ്പത്തെ ഞങ്ങൾ സംരക്ഷിക്കും. മുനമ്പത്തെ എന്ത് സംരക്ഷിക്കാനാണേ? മുനമ്പത്തെ ആളുകൾ കാശ് കൊടുത്ത് വാങ്ങിച്ചിരിക്കുന്ന ഭൂമിയിൽ നിന്ന് അവരെ ഇറക്കി വിടാൻ വേണ്ടിയിട്ട് ആര് വന്നു കഴിഞ്ഞാലും അതിനെ ശക്തമായിട്ട് ഈ നാട്ടിലെ ആളുകൾ തടയില്ലേ? മാത്രമല്ല ഈ സമൂഹത്തിന് അത്തരത്തിലുള്ള ചില ബാധ്യതകളുണ്ട്. മാത്രമല്ല കമ്മ്യൂണൽ ഹാർമണി നിലനിർത്തേണ്ടതും യഥാർത്ഥത്തിൽ സമൂഹത്തിന്റെ ഒരു ബാധ്യതയാണ്. അപ്പൊ അത് തകർക്കാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ വെള്ളത്തിൽ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് വരുന്ന, അത് BJP-കാരായാലും ശരി, ലീഗായാലും ശരി, ആരായാലും ശരി, ഇത്തരത്തിലുള്ള വിഷയങ്ങളെ ഒരു തരത്തിലും ഈ പ്രകോപനപരമായ രീതിയിലല്ല കൈകാര്യം ചെയ്യേണ്ടത്. അവധാനതയോടുകൂടി കൈകാര്യം ചെയ്യണം, വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്. അതുകൊണ്ട് മിസ്റ്റർ ഷാജി, താങ്കൾക്ക് തെറ്റുപറ്റി എന്ന് മാത്രമാണ് പറയാനുള്ളത്. അതുകൊണ്ട് തിരുത്താൻ ഇനിയും സമയമുണ്ട്, വളരെ പെട്ടെന്ന് തിരുത്തുക, ഈ സമൂഹത്തിന്റെ ഭാഗമാവുക എന്ന് മാത്രമാണ് അദ്ദേഹത്തോട് പറയാനുള്ളത്. ഏകദേശം മതേതര സ്വഭാവമുള്ള ഒരു മുന്നണിയുടെ ഘടകകക്ഷിയുടെ ഭാഗമാണ് KM ഷാജി എന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്. മതേതരത്വത്തെക്കുറിച്ച് സംസാരിക്കുകയും എന്നാൽ മതത്തിന് വേണ്ടി താങ്കൾ വാദിക്കുകയും ചെയ്യുമ്പോൾ താങ്കളോട് തോന്നുന്നത് പരമ പുച്ഛമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.